ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർമനന്റ് ബ്ലോ ഡ്രൈനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എന്താണ് പെർമനന്റ് ബ്ലോ ഡ്രൈ, അല്ലെങ്കിൽ ഏത് ഹെയർ ടൈപ്പിനാണ് പെർമനന്റ് ബ്ലോ ഡ്രൈ ചെയ്യാൻ പറ്റിയത്, ഇതിന്റെ പ്രൈസ് എത്രയാണ്, ഇതിന്റെ ആഫ്റ്റർ കെയർ എങ്ങനെയാണ് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ഞാൻ പറഞ്ഞുതരാൻ പോണത് എന്താണ് ബ്ലോ ഡ്രൈ, അല്ലെങ്കിൽ ഏത് ഹെയർ ടൈപ്പിനാണ് ഈ ഒരു ബ്ലോ ഡ്രൈ ചെയ്യാൻ പറ്റിയത്, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ പ്രൊസീജിയർ എന്താണെന്നുള്ളതാണ് ഞാൻ ആദ്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോണത്. പെർമനന്റ് ബ്ലോ ഡ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്മൂത്തണിങ് പോലെയൊക്കെ തന്നെയാണ്. നമ്മുടെ ഹെയർ ഇപ്പോ നല്ല രീതിക്ക് കിടക്കണം, അല്ലെങ്കിൽ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു ലുക്കിന് പെർമനന്റ് ആയിട്ട് ഒരു ഹെയർ ട്രാൻസ്ഫോർമേഷൻ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്മൂത്തനിങ് സ്ട്രൈറ്റനിങ് പോലുള്ള ഒരു സംഭവം തന്നെയാണ് ഈ ഒരു പെർമനന്റ് ബ്ലോ ഡ്രൈ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പെർമനന്റ് ആയിട്ട് ബ്ലോ ഡ്രൈ ചെയ്യാനായിട്ട് നമ്മളൊരു പാർലറിൽ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ നമ്മളെ ഹെയർ വാഷ് ചെയ്യലാണ്. ഇതിന് ഏത് സലൂണിൽ പോയാലും എന്ത് ട്രീറ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിലും ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഹെയർ നല്ല രീതിക്ക് വാഷ് ചെയ്യും. ഷാംപൂ, കണ്ടീഷണർ യൂസ് ചെയ്തിട്ട്, അതായത് ഓയിൽ കണ്ടന്റ് ഒന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമേ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. നന്നായിട്ട് വിയർക്കുന്നുണ്ട്. ഫാൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കൂല, അത് കാരണം നല്ല ചൂടെടുക്കുന്നുണ്ട്. ഏത് ഹെയർ ടൈപ്പിനാണ് നമുക്ക് ഈ ഒരു ബ്ലോ ഡ്രൈ, പെർമനന്റ് ബ്ലോ ഡ്രൈ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ എന്റെ ഹെയറിനാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. കാരണം എന്റെ ഹെയറിൽ ഞാൻ സ്മൂത്തനിങ്ങോ സ്ട്രൈറ്റനിങ്ങോ അങ്ങനത്തെ ഒരു പരിപാടിയും ഞാൻ ചെയ്തിട്ടില്ല പെർമനന്റ് ആയിട്ട്. അതുകൊണ്ട് എന്റെ ഹെയറിന് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങളുടെ ഹെയർ എന്താ പറയാ, സ്മൂത്തനിങ് ചെയ്ത ഒരു ഹെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും പെർമനന്റ് ബ്ലോ ഡ്രൈ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം നിങ്ങളുടെ ആ ഒരു ഹെയറിന്റെ ബോണ്ട് ബ്രേക്ക് ആയിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ബ്ലോ ഡ്രൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പൊ നിങ്ങൾ വിചാരിക്കണോ ഞാൻ എന്താണ് ഈ ബോണ്ട് ബ്രേക്ക് ആയി എന്നൊക്കെ പറയണത്, നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടാവില്ല. ഞാനത് പറഞ്ഞുതരാം എന്താ കാര്യം എന്നുള്ളത് ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ മുടിയില് നിങ്ങൾ എന്താ പറയാ സ്ട്രൈറ്റനിങ്ങോ സ്മൂത്തനിങ്ങോ പെർമനന്റ് ആയിട്ടൊരു സ്മൂത്തനിങ് ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു പെർമനന്റ് ബ്ലോ ഡ്രൈ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ ഹെയറിന്റെ ആ ഒരു നാച്ചുറൽ സ്ട്രക്ചർ അവിടെ പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് പെർമനന്റ് ബ്ലോ ഡ്രൈ ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മുടെ ഹെയറിന്റെ നാച്ചുറൽ ആയിട്ടുള്ള സ്ട്രക്ചറിൽ ഇരിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് പെർമനന്റ് ആയിട്ടുള്ള ബ്ലോ ഡ്രൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലോവർ വെച്ചിട്ട് ഒന്ന് ഡ്രൈ ആക്കും. ഡ്രൈ ആക്കിയതിന് ശേഷം ക്രീമാണ് അപ്ലൈ ചെയ്യുന്നത് മുടി ഓരോ സ്ട്രിപ്സും ഇതേപോലെ എടുത്തിട്ട് അതിൽ ഇതേപോലെ ക്രീം അപ്ലൈ ചെയ്യും. സ്മൂത്തനിങ് ക്രീം ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ സ്മൂത്തനിങ്ങിന്റെ ആയാലും ബ്ലോ ഡ്രൈന്റെ ആയാലും ആ ഒരു പ്രൊസീജിയർ സെയിം ആണ്. അതിൽ ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. ആ ഡിഫറൻസ് എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇതേപോലെ സ്മൂത്തനിങ് ക്രീം ആണ് ഈ ഒരു പെർമനന്റ് ബ്ലോ ഡ്രൈക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അത് ഇതേപോലെ ഓരോ സ്ട്രിപ്സും എടുത്തിട്ട് അപ്ലൈ ചെയ്യും. അപ്പൊ അതിലാണ് ഒരു ചെറിയ ഡിഫറൻസ് വരുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മൂത്തനിങ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ ഇതേപോലെ സ്ട്രിപ്സ് എടുത്തിട്ട്, ഇതേപോലെ ഒരു ഹെയർ സ്ട്രിപ്പ് എടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പിന്റെ അവിടെ നിന്ന് കുറച്ച് വിട്ടിട്ട് എൻഡ് വരെ ഫുൾ ആയിട്ട് ക്രീം അപ്ലൈ ചെയ്യും. എന്തില്? അത് സ്മൂത്തനിങ് ചെയ്യുമ്പോൾ. പക്ഷെ ബ്ലോ ഡ്രൈയിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു സ്ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ സ്കാൽപ്പിന്റെ അവിടെ നിന്ന് കുറച്ച് വിട്ടിട്ട് ഈ ഒരു സ്ട്രിപ്പിന്റെ എൻഡിലേക്ക് പോവില്ല. ഇത്രയും ഭാഗമേ ക്രീം അപ്ലൈ ചെയ്യുള്ളൂ. ബാക്കി ഇത്രയും ഭാഗം നമ്മുടെ നാച്ചുറൽ ഹെയറിന്റെ സ്ട്രക്ചർ എങ്ങനെയാണോ കിടക്കുന്നത് അതേപോലെ തന്നെ കിടക്കും. അതിൽ മാറ്റമൊന്നും വരില്ല. അവിടെ അവര് ക്രീം അപ്ലൈ ചെയ്യില്ല. സ്മൂത്തനിങ് ആണ് ചെയ്യുന്നതെങ്കിൽ ഹെയർ ഫുള്ള് അവര് എന്ത് ചെയ്യും? ക്രീം അപ്ലൈ ചെയ്യും. ബ്ലോ ഡ്രൈയില് ആ ഒരു എൻഡിലേക്ക് അവർ അപ്ലൈ ചെയ്യില്ല. ചില പാർലറിൽ ആ ഒരു എൻഡ് ഭാഗത്തേക്ക് എത്തുമ്പോൾ സ്പാന്റെ ക്രീം ഒക്കെ അപ്ലൈ ചെയ്യും. പക്ഷെ എങ്കിൽ ചില സലൂണുകാർ അത് ചെയ്യില്ല, വെറുതെ അത് വിടുള്ളൂ. അതാണ് ഒരു ഡിഫറൻസ് സ്മൂത്തനിങ്ങും ബ്ലോ ഡ്രൈയും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം വരുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ബോണ്ട് ബ്രേക്കിംഗ് എന്നുള്ളത്. അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പൊ അതെന്താണെന്ന് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാം. നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവാനായിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു സംഭവം എടുത്തിട്ടുണ്ട്. എന്താ പറയാ, കയറാണ്. അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നമ്മളുടെ ഓരോ ഹെയർ എടുക്കുകയാണെങ്കിൽ, അതായത് ഓരോ ഹെയറും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോ എന്റെ ഒരു ഹെയർ ആണെന്ന് വിചാരിക്കാം. ഈ ഹെയർ നമ്മൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇരിക്കുക. എന്റെ ഹെയറിന്റെ സ്ട്രക്ചർ ഇങ്ങനെ വളഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഇരിക്കുക. ഈ ഒരു ബ്ലോ ഡ്രൈയിൽ നമ്മൾ ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ ഇതിന്റെ ഉള്ളിൽ, അതായത് നമ്മുടെ ഹെയറിന്റെ ഓരോ മുടിന്റെ ഉള്ളിലുള്ള
ചെറിയ ചെറിയ ബോണ്ടുകൾ ബ്രേക്ക് ആയിട്ട് അത് സ്ട്രെയിറ്റ് ആയിട്ട് വരും. അതായത് ഇങ്ങനെയുള്ള ആ ഒരു ഹെയറിന്റെ സ്ട്രക്ചർ, അതിൻ്റെ ഉള്ളിലുള്ള ബോണ്ടുകളൊക്കെ ബ്രേക്ക് ആയിട്ട് അത് സ്ട്രെയിറ്റ് ആയിട്ട് വരും. അതാണ് ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ വരുന്നത്. നമ്മുടെ മുടിക്ക് ഉണ്ടാവുന്ന ആ ഒരു നാച്ചുറൽ സ്ട്രക്ചർ മാറിയിട്ട് അത് പെർമനന്റ് ആയിട്ട് ഒരു ചേഞ്ച് അവിടെ സംഭവിക്കും. അതാണ് ബോണ്ട് ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 30 to 45 മിനിറ്റ്സ് എങ്കിലും നമ്മുടെ ഹെയർ ഇങ്ങനെ ബോണ്ട് ബ്രേക്ക് ആവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. നല്ല കേളി ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുക്കും. അത് ഇടയ്ക്കിടയ്ക്ക് സാലോണിലുള്ള ആളുകൾ വന്നിട്ട്, നമ്മുടെ ഹെയർ സെറ്റ് ചെയ്യുന്ന ആളുകൾ വന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കും ബോണ്ട് ബ്രേക്ക് ആവുന്നുണ്ടോ എന്നുള്ളത്. അങ്ങനെ നല്ല ഹെയർ ഒക്കെ ആണെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. അതായത് നല്ല എന്താ പറയാ കേളി ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ 30-45 മിനിറ്റ്സ് ഒന്നും പോരാണ്ടേ വരും. അപ്പൊ എന്താണോ നമ്മുടെ ഹെയറിന്റെ സ്ട്രക്ചർ അത് മാറി വരണം, അതിനുള്ള ആ ഒരു ടൈം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിനുശേഷമാണ് നമ്മൾ ഹെയർ വാഷ് ചെയ്യുക. അപ്പൊ ക്രീം അപ്ലൈ ചെയ്ത് നമ്മുടെ ബോണ്ടൊക്കെ ബ്രേക്ക് ആയി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ നമ്മൾ വാഷ് ചെയ്യും. നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഹെയർ വാഷ് ചെയ്യലാണ്. വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് അയണിങ് ആണ്. അപ്പൊ ചില ആളുകൾ വിചാരിക്കും ബ്ലോ ഡ്രൈയിൽ അയണിങ് ചെയ്യില്ല, സ്മൂത്തനിങ്ങിൽ മാത്രമേ അയണിങ് ചെയ്യുള്ളൂ എന്ന്. അല്ല, നമ്മുടെ പെർമനന്റ് ബ്ലോ ഡ്രൈ ചെയ്യുകയാണെങ്കിലും അതിലും ഈ ഒരു അയണിങ് എന്ന് പറയുന്ന സ്റ്റെപ്പ് ഉണ്ട്. നമ്മുടെ മുടി ഫുള്ള് അയൺ ചെയ്യും. ഇപ്പൊ നമ്മൾ ക്രീം അപ്ലൈ ചെയ്യുന്നത് എൻഡിലേക്ക് അപ്ലൈ ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞു. പകുതി വരെ, അതായത് എൻഡ് ഭാഗം ഒഴിച്ചിട്ട് ബാക്കിയുള്ള ഭാഗം നമ്മൾ ക്രീം അപ്ലൈ ചെയ്യുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അയണിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെയറിന്റെ എല്ലാ ഭാഗത്തും നമ്മൾ അയണിങ് ചെയ്യും. ആ എൻഡ് ആയാലും നമ്മൾ അയണിങ് ചെയ്യും. പക്ഷെങ്കിൽ ആ ഒരു ചേഞ്ച് വരുമ്പോ, പെർമനന്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് വരുമ്പോ ക്രീം അപ്ലൈ ചെയ്തെടുത്ത് മാത്രമേ ആ ഒരു ചേഞ്ച് വരുള്ളൂ. താഴോട്ടുള്ള ഭാഗത്തേക്ക് ആ ഒരു ചേഞ്ച് വരത്തില്ല. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അയണിങ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ന്യൂട്രലൈസർ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അതെന്തിനാ അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോണ്ടൊക്കെ ബ്രേക്ക് ആയിട്ട് സെറ്റ് ആയിട്ട് വരാനും, അതുപോലെ തന്നെ മുടിക്ക് ഒരു ഷൈനിങ് തരാനും, മുടി നല്ല അടിപൊളിയായിട്ട് ഭംഗിയിൽ കിടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ന്യൂട്രലൈസർ അപ്ലൈ ചെയ്യുന്നത്. ഒരു 15 to 20 മിനിറ്റ് ഒക്കെ ഇത് അപ്ലൈ ചെയ്ത് വെക്കുള്ളൂ കേട്ടോ. ആ ഒരു ടൈമേ അതിന് ആവശ്യമുള്ളൂ. മുടി നന്നായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം അപ്ലൈ ചെയ്യുന്നത്. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മുടെ അയണിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ ഹെയർ വാഷ് ചെയ്യും. വാഷ് ചെയ്തതിന് ശേഷം ബ്ലോവർ വെച്ചിട്ട് ഹെയർ ഡ്രൈ ആക്കി സെറ്റ് ചെയ്ത് സ്റ്റൈൽ ചെയ്ത് വിടാന്നുള്ളതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. അതോടുകൂടി നമ്മുടെ പെർമനന്റ് ബ്ലോ ഡ്രൈന്റെ ആ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ആവുകയാണ് സ്റ്റൈലിംഗ് ചെയ്യുന്നതോട് കൂടി. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി ഫുള്ള് സെറ്റ് ചെയ്ത് വിടും. പക്ഷേങ്കിൽ ആ ഒരു ക്രീം അപ്ലൈ ചെയ്ത ഭാഗം മാത്രമേ ഹെയറിന്റെ ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള സ്ട്രക്ചർ മാറുള്ളൂ. പക്ഷെ ആ ഒരു തുമ്പ് ഭാഗം ഉണ്ടല്ലോ, നമ്മള് ക്രീം അപ്ലൈ ചെയ്യാത്ത ഭാഗം, അതെപ്പോഴും നമ്മുടെ ആ ഒരു നാച്ചുറൽ സ്ട്രക്ചറിലാണ്. നമ്മുടെ മുടി എങ്ങനെയാണോ അങ്ങനെ തന്നെ കിടക്കുള്ളൂ. അതിന് ഒരു മാറ്റവും വരത്തില്ല. സ്റ്റൈൽ ചെയ്യുമ്പോൾ മാറ്റം വരുമായിരിക്കും. പക്ഷെ നമ്മൾ കുളിച്ച് കഴിയുമ്പോൾ 1 വാഷ് 2 വാഷൊക്കെ കഴിയുമ്പോഴത്തേനും, ഹെയർ വാഷ് കഴിയുമ്പോഴത്തേനും നമ്മുടെ ആ താഴത്തെ മുടി മാത്രം, എൻഡിലത്തെ മുടി മാത്രം നമ്മുടെ സാധാ നോർമൽ മുടിയായിട്ട് കിടക്കും ചെയ്യും. ബാക്കിയുള്ള മുടിക്ക് മാത്രമായിരിക്കും ബോണ്ടൊക്കെ ബ്രേക്ക് ആയിട്ട് നല്ലൊരു ചേഞ്ചിൽ ഡിഫറെന്റ് ആയിട്ട് കിടക്കുന്നത്. അപ്പൊ ഇത്രയാണ് എനിക്ക് പെർമനന്റ് ബ്ലോ ഡ്രൈന്റെ പ്രൊസീജിയറിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പ്രൈസ് ആണ്. പെർമനന്റ് ബ്ലോ ഡ്രൈക്ക് എത്ര റേറ്റ് വരും എന്നുള്ളതാണ്. ഞാൻ സാധാരണ എനിക്ക് അറിയുന്ന സാലോണിലൊക്കെ ഞാൻ ചോദിച്ചപ്പോഴത്തേനും പറഞ്ഞത് സ്റ്റാർട്ടിങ് വരുന്നത് ഒരു 5000 ആണ് സ്റ്റാർട്ടിങ്. പക്ഷെ ഒരു ടൈമില് കുറെ നാൾക്ക് മുന്നേ എനിക്ക് പെർമനന്റ് ബ്ലോ ഡ്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹത്തില് ഞാൻ ചോദിച്ചപ്പോ എന്റെ ഹെയർ ലെങ്ത്തും എന്റെ മുടീന്റെ ഉള്ളൊക്കെ വെച്ചിട്ട് പറഞ്ഞത് 7000 ആയിരുന്നു. അതാണ് നമ്മളെ മുടീന്റെ ആ ഒരു ലെങ്ത്തും അതുപോലെ തന്നെ മുടിയുടെ ആ ഒരു കട്ടിയൊക്കെ അനുസരിച്ചിട്ട് ഈ ഒരു റേറ്റ് മാറാനുള്ള ചാൻസ് ഉള്ളത്. ഇപ്പൊ ഇതിന് മാത്രമല്ല, ഏതൊരു ട്രീറ്റ്മെന്റിനായാലും നമ്മുടെ മുടീന്റെ ലെങ്ത്തും കട്ടിയൊക്കെ നോക്കിയിട്ട് ആ ഒരു പ്രൈസ് വേരിയേഷൻ ഉണ്ടാവും. അപ്പൊ എന്റെ മുടിക്ക് പറഞ്ഞത് ഒരു 7000 ആണ്. പക്ഷെ എനിക്ക് അങ്ങനത്തെ ക്രീമൊക്കെ തേച്ചിട്ട് ചെയ്യാനായിട്ട് പേടിയായ കാരണം പിന്നെ ഞാൻ ആ ആഗ്രഹം അവിടെ ഉപേക്ഷിച്ചു. വേണ്ടാന്ന് തന്നെ വിചാരിച്ചു. എന്റെ മുടിയിൽ വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഹെയർ കട്ട് ചെയ്യുന്നല്ലാണ്ട് വേറെ അങ്ങനത്തെ പരിപാടികളൊന്നും ഇതുവരെയ്ക്കും ഞാൻ ചെയ്തിട്ടില്ല. ഇനി ഭാവിയിൽ ചെയ്യുമോന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ചെയ്യത്തില്ല. ഇപ്പൊ ഞാൻ എന്തായാലും ചെയ്യില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും 5000 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ മുടിയുടെ അനുസരിച്ചിട്ട് അതിന് മാറ്റങ്ങൾ വരാം. പ്രൈസ് കൂടുള്ളൂ, കുറയില്ല എന്തായാലും.
ഇനി എനിക്ക് അവസാനമായിട്ട് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ കെയർ ആണ്. അതായത് നമ്മൾ ഇനി എന്ത് ട്രീറ്റ്മെന്റ് ചെയ്താലും, നമ്മുടെ മുടിയിൽ എന്ത് ട്രീറ്റ്മെന്റ് ചെയ്താലും അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു കെയർ നമ്മൾ മുടിക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മുടി നശിച്ചു പോകും. പിന്നെ നമ്മൾ ഈ 6000-7000 രൂപ കൊടുത്തിട്ട് മുടിയിൽ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. കാരണം മുടി നശിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് ചെയ്യുകയാണെങ്കിലും അതിന്റെ ആഫ്റ്റർ കെയർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമ്മൾ ബ്ലോ ഡ്രൈ ചെയ്യുകയാണെങ്കിൽ തന്നെ അതിന്റെ ആഫ്റ്റർ കെയർ എന്ന് പറയുമ്പോൾ നമ്മൾ സ്മൂത്തനിങ് ക്രീം അപ്ലൈ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ഒരു സ്മൂത്തനിങ് ക്രീമിന്റെ ആ ഒരു ക്രീം അപ്ലൈ ചെയ്ത് ഏത് പ്രൊഡക്റ്റ് ആണോ നമ്മൾ യൂസ് ചെയ്തത് ആ സെയിം പ്രൊഡക്റ്റിന്റെ തന്നെ ഷാംപൂ, കണ്ടീഷണർ, ഹെയർ മാസ്ക് അത് സാലൂണിലുള്ള ആളുകൾ തന്നെ നമുക്ക് റെക്കമെൻഡ് ചെയ്യും. ആ ഒരു സംഭവങ്ങൾ മീൻസ് ആ ഒരു കണ്ടീഷണർ, ഷാംപൂ, ഹെയർ മാസ്ക് ആ ഒരു സെയിം പ്രൊഡക്റ്റിന്റെ തന്നെ നമ്മൾ യൂസ് ചെയ്യാനായിട്ട്, അതും പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ യാതൊരു കാര്യവും. പിന്നെ ഈ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ, അതായത് സ്ട്രെയിറ്റനിങ് ആയിക്കോട്ടെ, സ്മൂത്തനിങ് ആയിക്കോട്ടെ, ഈ ഒരു ബ്ലോ ഡ്രൈ ആയിക്കോട്ടെ, പെർമനന്റ് ബ്ലോ ഡ്രൈ ആയിക്കോട്ടെ, നമ്മുടെ ഹെയർ നന്നായിട്ട് ഡ്രൈ ആക്കും. അതുപോലെ തന്നെ ഭയങ്കര ഫ്രിസി ആക്കും. അപ്പൊ അതൊക്കെ കുറയ്ക്കാനായിട്ട് മന്ത്ലി, അതായത് മാസത്തിൽ ഒരു വട്ടമെങ്കിലും നമുക്ക് ഹെയർ സ്പാ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അത് പാർലറിൽ തന്നെ പോയി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മന്ത്ലി ഒരു തവണയെങ്കിലും ഹെയർ സ്പാ ചെയ്യണത് വളരെ നല്ല കാര്യമാണ്. അപ്പൊ ഇത്രയുമാണ് അതിന്റെ ആഫ്റ്റർ കെയർ വരുന്നത്. അപ്പൊ ഇത്രയാണ് എനിക്ക് ബ്ലോ ഡ്രൈനെ പറ്റിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ഇനി കൂടുതൽ അറിയണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചാൽ മതി. അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ ചോദിക്കാവുന്നതാണ്, ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പൊ ഇത്രേ ഉള്ള എന്റെ വീഡിയോ. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.